തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് അഭൂതപൂർവമായ പിന്തുണയാണ് ലഭിച്ചുവരുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കണ്ണമംഗലം ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന 20-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പ തീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് അഭൂതപൂർവമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കണ്ണമംഗലം ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുര നിർമ്മാണ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എ അജികുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷം ആഘോഷിക്കുകയാണ്. അതിന്റെ യാത്രയിൽ രൂപീകൃതമായതിനു ശേഷമുള്ള യാത്രയിൽ 7.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ആ 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഇന്നലെകളില്ലാത്ത വിധം ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. പ്രഥമ പരിഗണന ക്ഷേത്രത്തിന്റെ ആധ്യാത്മിക ചൈതന്യം വർദ്ധിപ്പിക്കാനും ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഉള്ള ശ്രമമാണ്. ഇതിനിടയിൽ ഫണ്ട് എത്താത്ത പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിന്റെ തനതായ ഫണ്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നതോടൊപ്പം തന്നെ മഹാഭാരതവും രാമായണവും അടക്കമുള്ള നമ്മുടെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ, അത് പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ ആരംഭിക്കാനുള്ള പരിശ്രമവും ദേവസ്വം ബോർഡ് നടത്തിവരികയാണ്. അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സെപ്റ്റംബർ മാസം 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിക്കുന്നത്. അത് ശബരിമലയുടെ പുണ്യ കവാടമായ പമ്പയിൽ വെച്ചാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ശബരിമലയുടെ സവിശേഷത തന്നെയാണ്. ഇതിപ്പോ ജാതി മതമായ മനുഷ്യൻ വല്ലാതെ അകന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ശബരിമല നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു ഘട്ടത്തിൽ അവർണ ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പോലും ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും ദർശനം നടത്തുവാനും എല്ലാവർക്കും കയറാനും കഴിയുന്ന ഒരു മഹനീയമായ ക്ഷേത്രമായിരുന്നു ശബരിമല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്ന് പറയുന്ന മഹത്തായ സന്ദേശമാണ്. തത്വമസി എന്ന് പറയുമ്പോൾ അത് നീയാകുന്നു എന്നാണ്. ഈശ്വരനും ഭക്തനും ഒന്നാകുന്നു എന്നുള്ള സങ്കല്പമാണ് ലോകത്തിന് തത്വമസി നൽകുന്നത്, ശബരിമല നൽകുന്നത്. ഈശാവാസമിതം സർവം എന്ന് പറയുന്ന പോലെ സർവചരാചരങ്ങളിലും ഈശ്വരന്റെ സാന്നിധ്യം, ഈശ്വരന്റെ ചൈതന്യം ദർശിക്കാൻ കഴിയും എന്നുള്ള സങ്കല്പം വന്നു കഴിഞ്ഞാൽ അവരില്ല, അന്യനില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒന്നാകുന്നു, എല്ലാവരും ഈശ്വരന്റെ ചൈതന്യങ്ങളാകുന്നു. പക്ഷിജലാദികളും വൃക്ഷജലാദികളും ഈ പ്രപഞ്ചമാകെ ഒരുമയോടെ വർദ്ധിക്കുന്ന ഒരു സങ്കല്പമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ശബരിമലയാണ് സത്യത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പല ക്ഷേത്രങ്ങളിലും അന്ത്യത്തിൽ തെളിയിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് സഹായിക്കുന്നത്. ലോകമെമ്പാടും അയ്യപ്പന് ഭക്തന്മാരുണ്ട്. വാവരും അയ്യപ്പനും തമ്മിലുള്ള ഈഴെടുപ്പമുള്ള ആത്മീയ ബന്ധം അതൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമലയിൽ ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളെ സംഘടിപ്പിക്കണം. ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് അവർ പറയാനുള്ളത് കേൾക്കണം എന്നുള്ള മഹത്തായ ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ വിജയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത എല്ലാ കോണുകളിൽ നിന്നും അപ്രതീക്ഷിതമായ വലിയ പിന്തുണയാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ സവിശേഷത തന്നെയാണ് ഇത്തരമൊരു സംഗമത്തിന് പ്രേരണയായത്. തത്വമസി എന്ന ദൈവവും ഭക്തനും ഒന്നിക്കുന്ന അതുല്യമായ സങ്കല്പമാണ് ശബരിമലയിലേത്. നാനാ ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്ന ദൈവിക സങ്കല്പമാണ് ശബരിമലയിലുള്ളതെന്നും ഇത്തരത്തിലുള്ള ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ് ആഗോള അയ്യപ്പ സംഗമത്തിനും തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വീഡൻ ന്യൂസ്, കായംകുളം.